നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിച്ച UDF 11,077 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. UDF സ്ഥാനാർത്ഥി ഷൗക്കത്തിന് 77,737 വോട്ടും LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 66,660 വോട്ടും PV അൻവറിന് 19,946 വോട്ടും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 8,706 വോട്ടും ലഭിച്ചു. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ ലീഡ് ഉറപ്പിച്ചിരുന്നു. 2016 ശേഷം നിലമ്പൂരിൽ UDF നേടുന്ന ഐതിഹാസിക വിജയമാണിത്. കൂടുതൽ വിവരങ്ങളുമായി VS അനന്തു ചേരുകയാണ്. അനന്തു, വലിയ 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും ഓരോ റൗണ്ടുകളിലും എങ്ങനെയായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു മുന്നേറ്റം? അതുപോലെ മറ്റ് സ്ഥാനാർത്ഥികളുടെയും വോട്ട് നില എങ്ങനെയാണ്? തീർച്ചയായും സൈമ, 10 വർഷത്തിന് ശേഷം നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് UDF. LDFന്റെ കയ്യിലിരുന്ന രണ്ട് തവണയായി തുടർച്ചയായി കയ്യിലിരുന്ന PV അൻവറിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലമാണ് നിലമ്പൂർ. ആ മണ്ഡലത്തെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് LDF സ്ഥാനാർത്ഥി M സ്വരാജിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ വോട്ടിംഗ് കൗണ്ടിംഗ് 8 മണിക്ക് ആരംഭിച്ചത് മുതൽ ഇത് പൂർത്തിയാകുന്നതുവരെയും ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. ഒരു തവണ പോലും ഈ ലീഡിൽ ഇടത് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFന് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. 3 തവണ 3 റൗണ്ടുകളിൽ ഈ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജിന് ലീഡ് ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ടോട്ടൽ മുഴുവനായിട്ടുള്ള ലീഡ് നോക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഒരു തവണ പോലും LDF സ്ഥാനാർത്ഥി കടത്തി വെട്ടിയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി UDFന് 77,737 വോട്ടുകളാണ് ആകെ ലഭിച്ചിട്ടുള്ളത്. പോസ്റ്റൽ വോട്ടുകളും EVMകളും ഒന്നിച്ചുള്ള കണക്കാണിത്. 77,737 വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചപ്പോൾ 66,660 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജിന് ലഭിച്ചിട്ടുള്ളത്. PV അൻവർ 19,760 വോട്ടുകൾ നേടി കരുത്തു കാണിക്കുകയുണ്ടായി മണ്ഡലത്തിൽ. അതേസമയം BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 8,648 വോട്ടുകളാണ് നേടിയത്. കഴിഞ്ഞ തവണ അവർക്ക് 8,500 വോട്ടുകളായിരുന്നു. ഏകദേശം 150ഓളം വോട്ടുകളാണ് ഇത്തവണ കൂടുതലായി നേടാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും UDFന്റെ പൂർണ്ണമായൊരു ആധിപത്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആകെ 9ാം റൗണ്ടിലും 16ാം റൗണ്ടിലും 18ാം റൗണ്ടിലും മാത്രമാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജിന് ലീഡുണ്ടായത്. 9ാം റൗണ്ട് പോത്തുകല്ല് പഞ്ചായത്താണ്. പോത്തുകല്ല് പഞ്ചായത്തിലെ ഒരു റൗണ്ടിൽ LDF സ്ഥാനാർത്ഥിയുള്ള M സ്വരാജ് ലീഡ് നേടി. 207 വോട്ടിന്റെ ലീഡായിരുന്നു അപ്പോൾ നേടിയത് അദ്ദേഹം. പിന്നീട് 16ാം റൗണ്ട് എണ്ണിയപ്പോൾ കരുളായി പഞ്ചായത്തിൽ ഒരു റൗണ്ടിൽ അദ്ദേഹം ലീഡ് നേടി. 226 വോട്ടിന്റെ ലീഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അമരമ്പലം പഞ്ചായത്തിലും ഒരു റൗണ്ടിൽ M സ്വരാജിന് ലീഡുണ്ടായിരുന്നു. മറ്റെല്ലാ റൗണ്ടുകളിലും മറ്റ് 16 റൗണ്ടുകളിലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് ലീഡ് നേടിയത്. നമുക്കറിയാം, അമരമ്പലവും കരുളായിയും അടക്കമുള്ള പഞ്ചായത്തുകൾ LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയെല്ലാം വലിയ ലീഡ് നേടാമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം 2 റൗണ്ടുകളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയും അവിടെ UDFന്റെ വലിയൊരു നേട്ടം ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നിലമ്പൂർ നഗരസഭാ പരിധിയിലുള്ള UDFന്റെ വലിയ മുന്നേറ്റം. ഏകദേശം 2,000ഓളം വോട്ടുകൾ കൂടുതൽ അവിടെ UDF നേടുകയുണ്ടായി. വലിയ ഒരു മുന്നേറ്റം നഗരസഭാ പരിധിയിൽ UDFന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 11,077 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ശരി അനന്തു, നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തുകയാണ്. വിവരങ്ങൾ നൽകിയത് VS അനന്തു ആണ്.